സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇന്നത്തെ ഒരു മൂവി റിവ്യൂ ആയിരിക്കില്ല. ഈ സിനിമയെ പറ്റി ഞാൻ ഓൾറെഡി ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിവ്യൂ കാണാത്തവർ ആ റിവ്യൂ കണ്ടതിന് ശേഷം മാക്സിമം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ കണ്ട ഒരു വലിയ മൂവി, അങ്ങനെയായിരുന്നു ഞാൻ റിവ്യൂ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ ചില സിനിമകൾ അത് നമ്മളോട് പറയാതെ അതിലെ മെസ്സേജ് പറഞ്ഞു എന്ന്. അങ്ങനെ എനിക്ക് തോന്നിയൊരു മൂവി ആയതുകൊണ്ട് തന്നെ അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് അത് ഡീപ്പായിട്ട് നമ്മളിവിടെ ഡിസ്കസും ചെയ്യുന്നതായിരിക്കും. ചില സിനിമകൾ അങ്ങനെയാണ്, നമ്മളത് കണ്ടു കഴിഞ്ഞതിന് ശേഷവും അതിലെ കണ്ടൻറ്റ് നമ്മളെ ഹിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ പറയുന്ന ഭാഗങ്ങൾ, ചില സീനുകൾ അതൊക്കെ നമ്മളെ ഒന്ന് സ്പർശിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ നമ്മുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തൊരു മൂവിയാണ് ലാപ്പത്ത ലേഡീസ്. അതെന്തുകൊണ്ടാണെന്നും സിനിമ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളും സ്പോയിലറോട് കൂടി ഞാനിവിടെ സംസാരിക്കുന്നതാണ്. എൻ്റെ പേര് ശ്രീഹരി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. 2001 നടക്കുന്ന ഒരു കഥയായിട്ടാണ് ലാപ്പത്ത ലേഡീസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ മധ്യഭാഗത്ത് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് സംഭവങ്ങൾ, അതിലെ അവർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന, അവർ തരാനിരിക്കുന്ന മെസ്സേജുകൾ, അതൊക്കെയാണ് സിനിമ ചർച്ച ചെയ്യുന്നത്. സാധാരണ ഒരു നാട്ടിൽ, ഒരു ഉൾഗ്രാമത്തിൽ, ആ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു വിവാഹം, ആ വിവാഹത്തിന് 2 ദിവസത്തിന് ശേഷം വരൻ്റെ ഗൃഹത്തിലേക്ക് പോകുന്ന വരനും വധുവും അവർക്ക് കുറച്ച് ദൂരം ട്രെയിനിലും മറ്റു വണ്ടികളുമായി യാത്ര ചെയ്യണം. അത്തരത്തിൽ അവർ പല രീതിയിലായി യാത്ര ചെയ്ത് അവസാനം ട്രെയിൻ പിടിക്കുന്നു. ട്രെയിൻ കയറിയതിന് ശേഷം അവർ മനസ്സിലാക്കുന്നു തന്നെ പോലെ തന്നെ വിവാഹം കഴിഞ്ഞ 2-3 പേരും ആ ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്ന്. അതിലെ കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ വധു ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് 3 പേരുടെയും സെയിം ആണ്. അത്തരം സിറ്റുവേഷനിൽ നമുക്ക് അത് എങ്ങനെയാവുമെന്ന് ഊഹിച്ചെടുക്കാമല്ലോ. പ്രധാന കഥാപാത്രമായി വരുന്ന ദീപക്കിന് അദ്ദേഹത്തിന്റെ സ്വന്തം വധുവിനെ മാറിപ്പോകുന്നു. മറ്റൊരു വധുവിനെയായിട്ട് അദ്ദേഹം വീട്ടിലോട്ട് ചെന്ന് കയറുന്നു. ശേഷം എന്തൊക്കെ സംഭവിക്കുന്നു നമുക്കറിയാം. വരൻ പരിഭ്രാന്തനാകും. അദ്ദേഹത്തിന്റെ സ്വന്തം വധുവിനെ കണ്ടുപിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. ആ ശ്രമം നടത്തുന്നതിനിടയിലും അവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ആ സ്വാപ്പിങ്ങിനിടയിലും കുറെ നല്ല കാര്യങ്ങൾ സംഭവിച്ചാലോ, അതാണ് ലാപ്പത്ത ലേഡീസ്. ഇനി സിനിമയിൽ ഉടനീളം പറയുന്ന കുറച്ച് പൊളിറ്റിക്സിനെ നമുക്ക് പറയാം. ആ ഒരു സ്ഥലത്തെ ആചാരം എന്നോണം പറഞ്ഞിരിക്കുന്ന ആവണം. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മാത്രമേ തന്റെ മുഖം മറച്ചിരിക്കുന്നത് മാറ്റാവൂ എന്ന് പറയുന്നുണ്ട്. അത് വളരെ തമാശ രൂപേണയും എന്നാൽ കുറച്ച് ഇമ്പോർട്ടൻസോട് കൂടിയും അവർ സിനിമയിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പരസ്പരം മാറിപ്പോകുന്നതിൽ ആ മാറിപ്പോകുന്ന ആ ഒരു പെൺകുട്ടി തൻ്റെ മുഖമല്ല, മറിച്ച് തൻ്റെ പേഴ്സണാലിറ്റിയാണ് ആ തുണി കൊണ്ട് അവിടെ മറയ്ക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല കല്യാണം കഴിഞ്ഞ പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെ പേര് ഉച്ചത്തിൽ സംസാരിക്കരുതെന്ന് അവർ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ നായകൻ പരിഭ്രാന്തനാകും. തൻ്റെ യഥാർത്ഥ ഭാര്യനെ തേടി പോവുകയും അതിനായി ശ്രമം നടത്തുകയും ചെയ്യുന്നു. ഇതേ സമയം ഫൂൽ എന്ന യഥാർത്ഥ ഭാര്യ പട്ടീല എന്ന റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുകയും അവിടെ വെച്ച് കുറച്ച് വ്യക്തികളുമായി പരിചയം സ്ഥാപിക്കുന്നുമുണ്ട്. എന്നാൽ അവിടുത്തെ തമാശ അതൊന്നുമല്ല. ആ പെൺകുട്ടിക്ക് താൻ എവിടുന്നാണ് വരുന്നത്, തൻ്റെ നാട് ഏതാണ്, താൻ പോകാൻ ഉദ്ദേശിക്കുന്ന നാട് ഏതാണ്, ഈവൻ തൻ്റെ ഭർത്താവിൻ്റെ പേര് പോലും തൻ്റെ കയ്യിൽ നിന്നാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. അതായത് വീടിനുള്ളിൽ പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ തളച്ചിട്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കൂടെയുള്ളവർ സഹായിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പെൺകുട്ടിക്ക് അത്തരം കാര്യങ്ങളെപ്പറ്റി അധികം അറിവില്ലാത്തതിനാൽ നിസ്സഹായമായി പോവുകയാണ്. ഇതിനിടയ്ക്ക് മറ്റു പല ക്യാരക്ടേഴ്സും വരുന്നുണ്ട്. ഒരു പോലീസുകാരൻ കടന്നു വരുന്നു. മഞ്ജു എന്നൊരു പ്രായമായ സ്ത്രീ വരുന്നു. ഫൂലിനൊരു സഹായത്തിനായി അബ്ദുവും ചോട്ടുവും വരുന്നു. ഇവരെ കൊണ്ടൊക്കെ സമ്പന്നമായിട്ടാണ് കഥ പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഒരു ഘട്ടത്തിൽ മഞ്ജുവിൻ്റെ ഒരു ക്വസ്റ്റ്യൻ മേലിൽ ഫൂല് പറയുന്ന ഒരു ആൻസർ ഉണ്ട്. ഒരു പെൺകുട്ടി വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭർത്താവിന്റെ കൂടെ അല്ലാതെ തന്റെ വീട്ടിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന്, അത് വളരെ മോശമായി കണക്കാക്കുന്നു. ആ ഒരു സമയത്ത് ആ പ്രായമായ സ്ത്രീ തിരിച്ചു ചോദിക്കുന്നത് എന്താണെന്നോ, അഡ്രസ്സ് പോലും അറിയാത്തൊരു വീട്ടിൽ നീ എങ്ങനെയാണ് നിന്റെ ശിഷ്ടകാലം ജീവിക്കാൻ പോകുന്നത് എന്നാണ്. അതൊക്കെ എത്ര ക്വസ്റ്റ്യനബിൾ ആണല്ലേ. സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ് പിന്നീട് വരുന്നത്. കേവലം തനിക്കറിയാവുന്ന ഒരു ഇംഗ്ലീഷ് സെന്റൻസ് ദീപക് അത് ഫൂലിന് പറഞ്ഞു കൊടുക്കുന്നതാണ്. അത് എത്ര മനോഹരമായിട്ടാണ് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ദീപക്കായിട്ട് വന്ന സ്പഷ്ട് ശ്രീവസ്തവ, അദ്ദേഹത്തിന്റെ അഭിനയം അവിടെ കറക്റ്റായിട്ട് നമുക്ക് കാണാനും സാധിക്കും. തന്റെ ഭർത്താവിന്റെ നല്ലതിനു വേണ്ടി സാരത്തുമ്പിൽ കെട്ടിവെച്ചിരിക്കുന്ന ആ ഒരു വസ്തു പോലും ഫൂൽ അവിടെ സംരക്ഷിക്കുന്നുണ്ട്. തന്നെ സംരക്ഷിക്കാനാവാത്ത ഭർത്താവിനെയാണോ നീ സംരക്ഷിക്കുന്നതൊരു ക്വസ്റ്റ്യൻ മഞ്ജു ഫൂലിനോട് തിരിച്ച് ചോദിക്കുന്ന സന്ദർഭമുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് പല പല കാര്യങ്ങൾ സിനിമ മുന്നോട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. ഇതേ സമയം ഫൂലിന് പകരം മറ്റേ വീട്ടിൽ വന്ന ജയ എന്ന പെൺകുട്ടി പുഷ്പ എന്ന പേരിലാണ് ബാക്കിയുള്ളവർക്ക് അഭിസംബോധന ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്, ആ പേര് എവിടുന്ന് കിട്ടി എന്നുള്ള ഒരു ആൻസർ നമുക്ക് സിനിമയിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. പലപ്പോഴായി നായകൻ ദീപകിന്റെ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീജനങ്ങളെ ജയ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുമുണ്ട്. അതിനുദാഹരണമാണ് തൻ്റെ കൂടെ സഹവസിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുടെ കഴിവ് പുറത്തെടുക്കുന്നതും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും അവിടെ ഇവിടെയായി നമ്മുടെ ഉള്ളിൽ നിന്ന് ചിരിക്കുന്ന, നമ്മൾ മനസ്സുകൊണ്ട് ചിരിച്ചു പോകുന്ന ചെറിയ കോമഡി എലമെന്റ്സ് അവർ തരുന്നുണ്ട്. അതിൽ ഏറ്റവും ആദ്യം ഞാൻ നോട്ട് ചെയ്യുന്നത് ഒരു പോലീസുകാരൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു ചെറിയൊരു പോർഷനാണ്. ഒരു ഘട്ടത്തിൽ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് തൻ്റെ നഷ്ടപ്പെട്ടതിന് വലുതാണോ തൻ്റെ അഭിമാനമെന്നും. ദിവസം കഴിയുന്തോറും ഫൂലിന് കൂട്ടായിട്ടുണ്ടായിരുന്ന മഞ്ജുവും ചോട്ടുവും അബ്ദുളും എല്ലാം ഫൂലിന് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. മഞ്ജു എന്ന സ്ത്രീ അവരുടെ വീട്ടിൽ ഫൂലിന് ഒരു അഭയം കൊടുക്കുന്നതും സ്വന്തം കടയിലെ ചെറിയ ജോലികൾ നൽകുന്നതൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാം. ഒരു ഘട്ടത്തിൽ ഫൂൽ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് താൻ ഉണ്ടാക്കിയ മധുരപലഹാരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കായിരുന്നില്ലേ എന്ന്.
അപ്പോൾ മഞ്ജു പറയുന്നൊരു ആൻസർ ഉണ്ട്, എൻ്റെ ജീവിതത്തിൽ സെലിബ്രേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ആഘോഷം ഇതുവരെ നടന്നിട്ടില്ല എന്ന്. താനൊക്കെ മധുരം കഴിക്കുന്നത് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലും മധുരമായ നിമിഷങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്നാണ് മഞ്ജു അവിടെ സൂചിപ്പിക്കുന്നത്. ഇത്രയും ഭാഗങ്ങൾ കഴിയുമ്പോൾ തന്നെ സിനിമ അതിന്റെ പകുതിയോട് അടുക്കുന്നു. ശേഷം മറ്റൊരു തലത്തിലോട്ടാണ് മൂവി നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളൊക്കെ പലപ്പോഴും സംശയമായി നോക്കിക്കൊണ്ടിരുന്ന ജയ എന്ന പെൺകുട്ടി അവൾക്കറിയാവുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് അറിയാം എന്ന ചോദ്യത്തിന് തിരികെ ഒരു കള്ളത്തരവും പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തുടങ്ങും ഇവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ ക്ലൈമാക്സിൽ നമുക്ക് പുറത്തെടുക്കാമെന്നുള്ളത്. ജയ പറയുന്നൊരു വാക്കുണ്ട്, ഒരു ഘട്ടത്തിൽ സ്വർണം നൽകിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ സ്വന്തം കൃഷിഭൂമി അവളുടെ കല്യാണത്തിനുള്ള സ്വർണത്തിന് വേണ്ടി പടിപടിയായി വിറ്റു എന്ന്. കർഷകർ ആശ്രയിക്കുന്ന രണ്ട് രീതിയിലാണ്, വിശ്വാസവും കഠിന പ്രയത്നവും. ജയ കൃഷിയെ പറ്റിയുള്ള പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയതിനു ശേഷം തങ്ങളുടെ വിശ്വാസത്തിനല്ല മറിച്ച് ശാസ്ത്രത്തെയാണ് വിശ്വസിക്കേണ്ടത് എന്ന അടിയുറച്ച ഒരു മെസ്സേജ് നൽകുന്നുണ്ട്. അതൊക്കെ എത്ര സ്ട്രോങ് ആണല്ലേ. ഇതിനിടയിൽ ഭാര്യനെ നഷ്ടപ്പെട്ടത് രാഷ്ട്രീയ തന്ത്രമാക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെയും വിരൽ ചൂണ്ടുന്നുണ്ട് കേട്ടോ. ഇത്തരം കഥാപാത്രങ്ങൾക്കിടയിലും എൻ്റെ മനസ്സിനെ തൊട്ട ഒരു ക്യാരക്ടർ അത് ചോട്ടുവിൻ്റെ ഒരു ക്യാരക്ടറായിരുന്നു. ഈ ചോട്ടു മഞ്ജു എന്ന സ്ത്രീയുടെ ചായക്കടയിലാണ് ജോലി ചെയ്യുന്നത്. താൻ എല്ലാ മാസവും അധ്വാനിച്ച് തൻ്റെ വീട്ടിലേക്ക് പണം അയക്കുന്നുണ്ടെന്നും അവരതിൽ ഹാപ്പിയാണെന്നും ചോട്ടു എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഇതിനൊരു മറുചോദ്യമായിട്ട് ഫൂൽ മഞ്ജുവിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന്. നീ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നീട് പുരുഷന്മാരുടെ ആവശ്യം വേണ്ടി വരില്ല എന്നാണ് മഞ്ജു അപ്പോൾ റിപ്ലൈ കൊടുക്കുന്നത്. നീ നിനക്ക് വേണ്ടിയും കൂടെ ജീവിക്കണം എന്ന് മഞ്ജു അവിടെ ഉപദേശിക്കുന്നുമുണ്ട്. ആ പറഞ്ഞതിന് ശേഷം കുറച്ച് പണം ഫൂലിന്റെ കയ്യിൽ വെച്ചു കൊടുക്കുന്ന ഒരു ഭാഗത്ത് താൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ ആ പണത്തെ തന്റെ സാരിത്തുമ്പിൽ കെട്ടിയിടുന്നുകൊണ്ട് ഭർത്താവിന്റെ നല്ലതിനു വേണ്ടി തന്റെ സാരിത്തുമ്പിൽ കെട്ടിയിടുന്ന ആ ഒരു വസ്തുവിന് തുല്യമാണ് താൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം എന്ന് മനസ്സിലാക്കി തരുന്ന സീനായിരുന്നു അത്. ഒരു ഘട്ടത്തിൽ ജയയുടെ ഭർത്താവിന്റെ അന്വേഷണ ഫലമായി ജയനെ കണ്ടുപിടിക്കുകയും അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ജയയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ തന്റേതല്ലാത്ത കാരണത്താൽ കള്ളനെന്ന് ആരോപിക്കപ്പെടുകയും താൻ കള്ളനല്ല എന്ന് ജയ പല സ്ഥലങ്ങളിലായി പറയുകയും ചെയ്യുന്നുണ്ട്. ശേഷം ഫൂൽകുമാരിയെ തപ്പിയുള്ള ദീപകിന്റെ പ്രയാണം അവസാനിക്കുകയും ഫൂൽകുമാരിയെ കണ്ടുപിടിക്കുകയും ദീപകിന്റെ അടുത്ത് തിരിച്ചെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് ദീപക് ജയയാണ് ഫൂൽകുമാരിയെ കണ്ടുപിടിക്കാൻ സഹായിച്ചതെന്നും അതിൽ കുറച്ചു പേര് ജയയെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ജയ ആരാണെന്നും അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താണെന്നും ഒക്കെ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് വിവാഹമല്ല മറിച്ച് വിദ്യാഭ്യാസമാണ് ആവശ്യമെന്നും അതിനായി പ്രവർത്തിക്കുന്ന അതിനായി പ്രയത്നിക്കുന്ന ഒത്തിരി പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട് എന്ന് പറയാതെ പറഞ്ഞൊരു ഭാഗവും കൂടിയായിരുന്നു അത്. ആ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടവരുടെ കണ്ണ് എന്തായാലും ഒന്ന് നിറഞ്ഞിട്ടുണ്ടാകും. കാരണം നമ്മൾ വളരെ മോശക്കാരെന്ന് വിചാരിക്കുന്ന നല്ലതല്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് പേര് അവരുടെ യഥാർത്ഥ രൂപം പുറത്ത് കാണിക്കുമ്പോൾ അവിടെ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ആ സാറ്റിസ്ഫാക്ഷൻ കണ്ട എല്ലാവർക്കും കിട്ടിയിട്ടും ഉണ്ടാവും. വളരെ ശക്തമായ രാഷ്ട്രീയം പറയാതെ പറയുകയും അതൊന്നും നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കാതെ അതിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ കൃത്യമായി എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യുന്ന കുറച്ച് ഭാഗങ്ങളായിരുന്നു അത്. നിയമം ഒരാൾക്ക് എങ്ങനെ സംരക്ഷണമാകണമെന്നും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നും ഇതേ നിയമത്തിന് മുന്നിൽ നിങ്ങളെ എനിക്ക് സംരക്ഷിക്കാനാകുമെന്നും കാണിച്ച കുറച്ച് ഭാഗങ്ങളായിരുന്നു അത്. ആ ഭാഗങ്ങളൊക്കെ കൊണ്ടാവാം സിനിമ എനിക്ക് ഏറ്റവും നല്ലൊരു ആസ്വാദനമായിട്ട് തോന്നിയതും. ഭാര്യ ഒരിക്കലും തൻ്റെ ഭർത്താവിൻ്റെ പേര് ഒച്ചത്തിൽ വിളിക്കരുത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഉച്ചത്തിൽ തൻ്റെ ഭർത്താവിൻ്റെ പേര് വിളിച്ച് അദ്ദേഹത്തെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നതിലൂടെ കഥ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരികയും ചെയ്യുകയാണ്. തൻ്റെ ജീവിതത്തിൽ മധുരം കഴിക്കേണ്ടതൊക്കെ വിധത്തിൽ നല്ലൊരു നിമിഷം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന മഞ്ജു ദാദി ഫൂലിനെ ദീപകിന് തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ മധുരം കഴിക്കുന്നുണ്ട്. ഒരു സ്ത്രീ തൻ്റെ വിവാഹത്തിന് ശേഷം ഭർത്താവിനും മക്കൾക്കും ഇഷ്ടപ്പെടുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നതിലുപരി തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയില്ല എന്ന് പറയുന്നിടത്തു നിന്ന് തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം തനിക്കിഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നിടത്തോടുകൂടെ കഥ കംപ്ലീറ്റ് ആവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മാറിപ്പോയില്ലായിരുന്നെങ്കിൽ തനിക്ക് തങ്ങളെ തന്നെ നഷ്ടപ്പെട്ടേനെ എന്ന് പറയുന്നിടത്ത് വെച്ച് സിനിമ അവസാനിക്കുകയും ചെയ്യുന്നു. ആ ഒരു സീനോടുകൂടെ ശ്രേയാ ഘോഷാലിൻ്റെ ഒരു പാട്ട് മുഴങ്ങി കേൾക്കുന്നുണ്ട്. എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, പാട്ടിന് മ്യൂസിക്കിന് ഒരു സിനിമയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന്. സിറ്റുവേഷനെ നമ്മളുള്ളിലേക്ക് എത്തിക്കാനായിട്ട് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഓരോ പാട്ടുകളും ഓരോ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും വഹിക്കുന്നതെന്ന് ഈ സിനിമയിലൂടെയും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സിനിമയുടെ ഡയറക്ടർ കിരൺ റാവോ ആക്ടർ അമീർ ഖാന്റെ ഭാര്യയായിരുന്നു എന്ന്. സിനിമയിലുടനീളം ഒത്തിരി കഥാപാത്രങ്ങളെ പറയുന്നുണ്ട്. ഇവരാരെയും മോശക്കാരാക്കിയിട്ടില്ല, ആരെയും കുറ്റപ്പെടുത്തിയിട്ടുമില്ല. ചില മാറ്റങ്ങളൊക്കെ നല്ലതാണ് എന്നാണ് ഇവർ പറയാതെ പറഞ്ഞതും. ആ ഒരു കൂട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചോട്ടെ, അമീർ ഖാനും കിരൺ റാവുവും ഡൈവോഴ്സ്ഡുമാണ്. പല പല ക്യാരക്ടേഴ്സിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും സിനിമ പൂർണ്ണമാകുന്നത് ഇത്തരം ചില തിരിച്ചറിവുകളോടുകൂടിയാണ്. അത്യാവശ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഈ പറഞ്ഞ സീനുകളൊന്നും കൂടാതെ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു സീൻ അല്ലെങ്കിൽ നമ്മളെയൊക്കെ ഒന്ന് തൊട്ട് തലോടിക്കൊണ്ടുപോയ സീൻ, ആ സീൻ ഏതാണെന്നോ ആ ഒരു വിഷ്വൽ ഏതാണ് ആ ഒരു പെർഫോമൻസ് ഏതാണെന്നുള്ളത് കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് സെക്ഷനിൽ ഒന്ന് പറയണേ. അതുപോലെ തന്നെ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്തും കൊടുക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.